2 വർഷമായി നീണ്ടു നിന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഹമാസ് പിടിച്ചെടുത്ത ബന്ദികളെ വിട്ടയക്കാനും തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആർക്കാണ് വിജയം, ആർക്കാണ് തോൽവി? അതിടെ ഒരു വല്ലാത്തൊരു ചോദ്യമാണ്. എന്തുകൊണ്ടിപ്പം പറയാ, വിജയം ഇസ്രായേലിനാ. അതങ്ങനെയല്ലേ പറ്റുള്ളൂ. പക്ഷേ കേരളത്തിലിരുന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പറഞ്ഞെന്താ, കേരളത്തിൽ സത്യം പറയാൻ പാടില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. ഇല്ല, കേരള സത്യം പറയാൻ പാടില്ല സ്ഥലമാണ്. വിജയ ഹമാസിനാണ്. ഹമാസിനല്ല, ഇസ്രായേലിനാണ്. അത് നോക്കിയാൽ മതി നിങ്ങൾ. അവസാനം ആര് പറഞ്ഞത് കാര്യങ്ങൾ നിന്നു? ആർക്കാണ് നഷ്ടം പറ്റിയത്? ഇസ്രായേലിന്. അമേരിക്ക എന്താ പറഞ്ഞത്? മക്കളെ നിർത്തിക്കുക അല്ലെങ്കിൽ നരകം കാണേണ്ടി വരും. അന്നപ്പോൾ എന്ത് ചെയ്തു? ഹമാസ് ബന്ദികളെ വിട്ടയക്കാന്ന് പറഞ്ഞു. ഇവിടെ ആരാ ജയിച്ചത്? എന്താ ഇസ്രായേലിൻ്റെ ഈ യുദ്ധത്തിലെ ആവശ്യം? ബന്ദികളെ വിട്ടയക്കുക, പ്രതികാരം ചെയ്യുക. പ്രതികാരം ചെയ്തു. 1000 ആളുകൾ മരിക്കുകയും കിഡ്നാപ്പ് ചെയ്യപ്പെടുകയും ചെയ്തതിന് 1 ലക്ഷം ആളുകളെ കൊന്നു. അവരുടെ ദൈവത്തിന് സമാധാനമായി. അവരുടെ ദൈവം അങ്ങനെയാണ്, പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് ചോദിക്കുന്ന ദൈവമാണ്. ഹീസ് ഹാപ്പി. അവർ യുദ്ധം നടത്താം. പിന്നെ ഈ പറയുന്നത് പോലെ ബന്ദികളുടെ കാര്യം മാത്രമാണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അതില്ലെങ്കിൽ അവസാനം നരകം ഇസ്രായേൽ കാണിച്ചു കൊടുക്കും എന്നുള്ള അവസ്ഥ വന്നു. അപ്പം ബന്ദികളെ വിട്ടുകൊടുക്കാൻ തോന്നും. മാത്രമല്ല, ഗസയുടെ ഒരു ഭാഗം ബഫർ സോണായിട്ട്, ഗസ അല്ലടാ ഗാസ, ഞാൻ തന്നെയാണ് ഗാസ എന്ന് പറയുന്നത്, ഗസ എന്ന് പറഞ്ഞു. നമ്മളെന്തിനെ കണ്ട അവനെ വരുമ്പോൾ ഗസ എന്ന് പറയുന്നത്, ഗാസ നമ്മളങ്ങനെ ഒന്ന് ശീലിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഇവർ നമ്മളെ സ്വാധീനിക്കുക. അപ്പോൾ ഈ ഗാസയുടെ ഒരു ഭാഗം ബഫർ സോണായി വിട്ടുകൊടുക്കേണ്ടി വന്നു. അപ്പോൾ ആര് ജയിച്ചു? ഇസ്രായേൽ. അല്ല, പക്ഷെ പൂർണ്ണമായി ഹമാസിനെ അവിടെ ഗാസയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും. പൂർണ്ണമായിട്ട് നിന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റും. നിന്നെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ നിന്റെ ഓർമ്മകൾ ഇവിടെ നിൽക്കും, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നിൽക്കും. ഒന്നിനെ പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് എളുപ്പമല്ല. പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതല്ല, പരാജയപ്പെടുത്തുക, കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഹമാസിൻ്റെ അഹങ്കാരത്തോടു കൂടി തീർന്നു. ഇനി ഹമാസ് എന്നുള്ള സാധനം ആ രീതിയിൽ അഹങ്കരിക്കില്ല. പകരം വേറെന്തെങ്കിലും സാധനം വരുമായിരിക്കും. പക്ഷെ ഹമാസ് എന്നുള്ള സാധനത്തിൻ്റെ ആ രീതിയിലുള്ള അഹങ്കാരം കുറച്ച് കാലത്ത് നമ്മൾ എവിടെയായിരിക്കും ഹമാസിന് തെറ്റുപറ്റിയത്? ഓരോ സംഘടനയുടെയും പരാജയത്തിന് ഓരോ ഘടകങ്ങൾ കാണുമല്ലോ. ഈ ഹമാസിനെ സംബന്ധിച്ച് എവിടെ തെറ്റുപറ്റി? സായിപ്പിനെ മനസ്സിലാക്കുന്നില്ല. ഹമാസ് എന്നുള്ള സായിപ്പ് ഉദ്ദേശിക്കുന്ന അമേരിക്കയാണോ റഷ്യ? അമേരിക്ക ആൻഡ് ഇസ്രായേൽ. ജൂത സായിപ്പില്ലേ? ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനൊക്കെ നല്ല വെള്ള സായിപ്പിൻ്റെ ലുക്കല്ലേ? ജൂതന്മാർ പലതരമുണ്ട്. അതിൻ്റെ ഒരു പ്രോബ്ലം പറ്റിയതെന്ന് വെച്ചാൽ, ഇത് ഇവന്മാർ തമ്മിൽ ഒത്തുകളിയായിരുന്നു, നെതന്യാഹുവും ഹമാസും കൂടി. ഹമാസിനെ ഉണ്ടാക്കിയത് തന്നെ മൊസാദാണ്, പലസ്തീൻ ലിബറലൈസേഷൻ ഓർഗനൈസേഷൻ താക്കാൻ വേണ്ടിയിട്ട്. നെതന്യാഹുവിന് അവിടെ ചില പ്രശ്നങ്ങൾ. അപ്പോൾ അതിന് രക്ഷപ്പെടാൻ യുദ്ധം വേണം. ഇവന്മാർക്കാണെങ്കിൽ ട്രംപിൻ്റെ എബ്രഹാമിക് അക്കോർഡ് താക്കണമെങ്കിൽ യുദ്ധം വേണം. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, മക്കളെ നിങ്ങൾ കയറി അടിച്ചോന്ന് തോന്നുന്നു. ഇപ്പോൾ ഇസ്രായേലിൽ പരസ്പരം അങ്ങോട്ട് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊസാദും അതിൻ്റെ ഇൻ്റലിജൻസ് വിങ്ങും ഗവൺമെൻറ് തമ്മിൽ ഇവരാരാണ് പരാജയപ്പെട്ടതെന്ന് അടി നടന്നുകൊണ്ടിരിക്കുക. കാരണം ഒരു കലക്റ്റീവായിട്ടുള്ള ഒരു ഫെയിലറാണത്. ഈ കലക്റ്റീവായിട്ടുള്ള ഫെയിലർ അങ്ങനെ ഇസ്രായേൽ പോലെ രാജ്യത്തുണ്ടാവില്ല. അപ്പം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കോംപ്രമൈസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവർ നെതന്യാഹു വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ മറ്റവന്മാർ കയറി അടിച്ചു. ഹമാസ് വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ നെതന്യാഹും കയറി അടിച്ചു. ഇതാണ് സംഭവിച്ചത്. പിന്നെ ഹമാസിനെ പറഞ്ഞു വിടാനുള്ള സമയമായി നെതന്യാഹുവിന് അറിയായിരുന്നു. അത് പുതിയ പല മൂപ്പര് വ്യക്തത കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയമായപ്പോൾ അത് ഫിനിഷ് ചെയ്തു. ഈ യുദ്ധം പെട്ടെന്ന് തീരാൻ കാരണം ഇയാൾ ട്രംപ് പറഞ്ഞ മാത്രമൊന്നല്ല. ഇസ്രായേൽ ഖത്തറിൽ കയറി അടിച്ചോട് കൂടിയിട്ട് ഇവന്മാർക്ക് പേടിയായി ഹമാസിന്. പിന്നെ ഇവർ എവിടെയും പോയി നേതാക്കന്മാർ തൊട്ടല്ലോ. അതേ സാധാരണക്കാർ മരിച്ചാൽ അവർക്ക് എന്താണ്? ഇവർ മറ്റേ മിയാമി ബീച്ചിലും ദുബായ് ബീച്ചിലൊക്കെ പോയി ആഹ്ലാദിക്കുമല്ലോ. ഈ പാവങ്ങളെ ഉണ്ടാക്കിയ പൈസ ഉണ്ട്, ബില്യൺസ്. അല്ല, അതോടൊപ്പം തന്നെ ട്രംപിന്റെ ഭീഷണി ഉണ്ടായിരുന്നല്ലോ, 4 ദിവസത്തിനകം തീരുമാനം എടുത്തില്ലെങ്കിൽ അവസാനിപ്പിക്കും. അത് പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിപ്പിക്കേണ്ടത്. ബേസിക്കലി ഇസ്രായേൽ ഖത്തറിനൊക്കെ അടിച്ചുകൊടുക്കുക. ഖത്തറിനും പേടിയായി. ഖത്തറാണല്ലേ ഈ അങ്ങോട്ടും കൊണ്ട് ചാഞ്ചാടി കളിച്ച ആളുകളെ കൊണ്ട് തമ്മിലടിപ്പിക്കുന്നത്. ഖത്തറിനും പേടിയായി. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഞങ്ങൾ ഇസ്രായേലിൻ്റെ മുന്നിൽ ഏതാണ് ഞങ്ങൾ കീഴടക്കില്ല, വേണം ഞങ്ങൾ ട്രംപിൻ്റെ മുന്നിൽ കീഴടക്കണം എന്ന രീതിയിലേക്ക് വന്നു. അത്രയേ ഉള്ളൂ. ഇതൊക്കെ നാടകമല്ലേ? അല്ല, ട്രംപിന്റെ വിജയമല്ല, അദ്ദേഹം വീണ്ടും നോബൽ സമ്മാനം ചോദിക്കും. അല്ല, നോബൽ സമ്മാനം അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്. അദ്ദേഹം താൽക്കാലികമായിട്ട് അവിടെ സമാധാനം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ പലസ്തീൻ പ്രശ്നം
താൽക്കാലികമായിട്ട് ഭരണത്തിൽ വെക്കുകയും ഈ അറബ് രാജ്യങ്ങൾ ഇസ്രായേലും തമ്മിൽ അടിക്കുന്ന ഒരു സംവിധാനത്തെ അടുപ്പിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകാൻ സാധ്യതയാണ്. അതാണ് എബ്രഹാമിക് അക്കോർഡ്. അതിന് ഏറ്റവും വലിയ തലവേദന ഒന്ന് നെതന്യാഹു, രണ്ടാമത്തത് ഹമാസ് ഫിനിഷ്ഡായി. ഈ മിക്കവാറും ഈ യുദ്ധം തീരുന്നതോടുകൂടി നെതന്യാഹുവിൻ്റെ കാര്യം അവിടെ തീരുമാനമാകും. അല്ല, അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? ഈ ഗാസയിലെ ജനങ്ങൾ ഇപ്പോൾ തന്നെ അവിടെ പട്ടിണി കുറച്ചുകൂടി ഭേദപ്പെടും. കാരണം അവർ അങ്ങേറ്റം ദുരിതപൂർണ്ണമായ അവസ്ഥയിൽ കൂടെ അവസരം കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സമാധാനമൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന്, പിന്നെ ഈ മിലിറ്റൻസ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അവർ കൂടുതൽ തിരിച്ചു മിലിറ്റൻസ് ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ സമാധാനം ആർക്ക് ഉണ്ടാക്കണമെന്നാണ് ആ ജനത സമാധാനം ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ അന്താരാഷ്ട്ര ആയുധ കമ്പനികൾ, അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ജൂത ലോബി അത് സമ്മതിക്കും? ഇനി ഇസ്ലാമിൻ്റെ ഇസത്തിന് വേണ്ടി പോരാടുന്ന തീവ്രവാദികൾ അത് സമ്മതിക്കും? ഇല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും യുദ്ധങ്ങളുണ്ടാവും. അതായത് ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം നിങ്ങൾ 1949 തൊട്ട് എടുത്താൽ 10 വർഷ ഇടവേളകളിൽ വലിയ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. 5 വർഷത്തെ ഇടവേളകളിൽ ചെറിയ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതങ്ങനെ അവിടുത്തെ ഭരണക്രമം എങ്ങനെയായിരിക്കും? കൃത്യമായി ഒരു നേതൃത്വം ലഭിക്കും. ഹമാസിന് അവിടെ ഒരു സേ ഉണ്ടാവും എപ്പോഴും. അവിടെ ഒരു സെൽഫ് റൂള് പോലെയുള്ള ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം ഉണ്ടല്ലോ. അത് റിവൈവ് ചെയ്യുമ്പോൾ ഹമാസിനൊരു സേ ഉണ്ട്. ഹമാസിനെ മറികടക്കാൻ മറ്റാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെ മറ്റാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണം, എങ്കിലേ വരാൻ പറ്റുള്ളൂ. അല്ല ഹമാസ് തീർത്ത് കളയും. അതോടൊപ്പം തന്നെ ഈ ഇസ്രായേൽ വലിയ രീതിയിലേക്ക് അവിടുത്തെ സ്ഥലങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതൊക്കെ അവർ തന്നെ എടുക്കും. ഫൈനലി ഗാസയും ഈ വെസ്റ്റ് ബാങ്കും ഇസ്രായേൽ പിടിച്ചെടുക്കും. ജനങ്ങൾ അവർ ഒരു സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺസ് ആയിട്ട് അവിടെ പരിമിതമായ സ്വയംഭരണമൊക്കെ നൽകി അവിടെ നിലനിർത്തും. അവർക്ക് വോട്ടവകാശം പോലും കൊടുക്കാൻ സാധ്യതയല്ല. അല്ല, അപ്പോഴേക്കും അതും മനുഷ്യാവകാശ പ്രശ്നമല്ലേ? അതൊന്ന് ഈ മനുഷ്യാവകാശം എന്നൊക്കെ ശക്തം തീരുമാനിക്കുന്നു. അപ്പം അമേരിക്കയും ഇസ്രായേലൊക്കെ തീരുമാനിക്കുന്നതാണ് മനുഷ്യാവകാശം. മറ്റേ നിങ്ങൾക്ക് പറയാന്നേ ഉള്ളൂ. ഇപ്പം എന്നോട്ടാണ് ഈ ഇസ്രായേൽ പ്രശ്നം എന്നപ്പോൾ മനുഷ്യാവകാശ പ്രശ്നം വരുന്ന ഗാസയിലാണ്. ഇസ്രായേൽ മരിച്ച 1000 പേരെ കുറിച്ച് 250 ബന്ദികളെ കുറിച്ച് മനുഷ്യാവകാശത്തെ കുറിച്ച് ആരും പറയുന്നു? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മനുഷ്യാവകാശമുണ്ട്. അതായത് തോന്നിയാസല്ലേ ഹമാസ് സമൂഹത്തിൽ അത് ചർച്ചയെ വന്നിട്ടില്ല. പോലെ കുറച്ച് പേർ മാത്രം തുറന്നു പറയും. പൊതുസമൂഹത്തിൽ അത് നമ്മളെ മീഡിയ അതങ്ങനെ പേടിച്ചിട്ടാണ്. നീ അടുത്ത് പറഞ്ഞ പോലെ ഒറ്റപ്പെടുത്തി സൈബർ ആക്രമണം നടത്തിക്കളയും. പിന്നെ എല്ലാ മേഖലയും നിങ്ങളെ ബഹിഷ്കരിച്ച് കളയും. അതൊക്കെ പേടിച്ചിട്ട്. അങ്ങനെ ഇങ്ങനെ നേർന്നു നിന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ വെറും പൂക്കുറ്റി മാത്രമാണ്. ആ കത്തുന്ന സമയത്ത് കാണുമെന്ന് അറിയാവുന്നതുകൊണ്ട് നമുക്കതൊന്നും അതൊരു വീക്ക്നെസ് അല്ല. അല്ലാത്തവരെ 4 വേദിയിൽ വിളിച്ചില്ല മാനസികമായി തകർന്നു പോകും. നമ്മുടെ ഇടതുപക്ഷം ഉൾപ്പെടെ ഇപ്പോൾ ഹമാസിനോടൊപ്പമാണ്. അതിപ്പോൾ അങ്ങനെയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. മുസ്ലിംസ് ഇവിടെ വലിയ വോട്ട് ബാങ്ക് അല്ലേ, ജൂതന്മാർ വോട്ട് ബാങ്ക് അല്ലല്ലോ. ജൂതന്മാർ വോട്ട് ബാങ്ക് ആണെങ്കിൽ നമ്മളങ്ങനെ ചെയ്യരുത്. ഹമാസിനോടൊപ്പം നിൽക്കില്ലായിരുന്നു. നമ്മളിങ്ങനെ അപ്പുറത്ത് സൗകര്യം പോലെ ചാടി കളിക്കുക, അതല്ലല്ലോ. ഇടതുപക്ഷം പോലും ഇടതുപക്ഷം ഇപ്പോൾ ഈ പലസ്തീൻ വിഷയത്തിൽ പലസ്തീൻ്റെ കൂടെ വന്നത്. പക്ഷെ പലസ്തീൻ്റെ കൂടെ നിൽക്കുന്ന മനസ്സിലായി, ഹമാസ് എന്നുള്ള തീവ്രവാദികളുടെ കൂടെ അങ്ങനെ നിൽക്കുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. അത് വോട്ട് ബാങ്കാണ് അതിൻ്റെ കാരണം. അല്ല, സാറ് പറഞ്ഞു വരുന്ന ഹമാസ് ഒഴിവാകുന്നതോടുകൂടി തന്നെ അവിടെ കൃത്യമായൊരു സമാധാനം ഉണ്ടാകും, ഈ പാലസ്തീന് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് വിശ്വസിക്കും. താൽക്കാലികമായിട്ട് സമാധാനം ഉണ്ടോ? സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നില്ല, ഒരു കാലത്ത് കിട്ടാൻ പോകുന്നില്ല. ഇസ്രായേൽ സമ്മതിക്കില്ല. കാരണം അവരുടെ സ്ഥലമോഹം അവരുടെ. അതുമാത്രമല്ല, അവർ വിശാല ഇസ്രായേലാണ് അവരുടെ താല്പര്യം. അതിൽ സൗദി അറേബ്യ, ഈജിപ്റ്റ്, ടുണീഷ്യ, സിറിയ, ലെബനനൊക്കെ വരും. ഇതിൻ്റെ പല ഭാഗങ്ങൾ വരും. അപ്പോൾ അത് സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ ഒരു ചെറിയ രാജ്യത്ത് അവർ അംഗീകരിക്കുക ഇല്ലല്ലോ. അപ്പോൾ അതും കൂടി അവരെ ഭാഗമാക്കി മാറ്റും. എന്നിട്ട് ഈ പ്രദേശങ്ങൾ പിടിച്ചെടുക്കും. ഇവിടുത്തെ ജനങ്ങളെ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺസ് ആക്കി നിലനിർത്തും. ഇത്രേ ഉള്ളൂ. പിന്നെ മനുഷ്യാവകാശം എന്നൊക്കെ നമ്മളൊക്കെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ചിലർക്ക് മുസ്ലിങ്ങൾ മരിച്ചാലേ മനുഷ്യാവകാശമുള്ളൂ, ചില ആളുകൾക്ക് ജൂതന്മാർ മരിച്ചാലേ മനുഷ്യാവകാശമുള്ളൂ. അപ്പോൾ ചില ആളുകൾ മുസ്ലിങ്ങൾ മനുഷ്യന്മാരല്ല, ചില ആളുകൾ ജൂതന്മാർ മനുഷ്യന്മാരല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മൃഗാവകാശം എന്ന് പറയാം. എല്ലാവരും എനിമൽ സ്പീഷീസ് ആണല്ലോ. എനിമൽ സ്പീഷീസ് അല്ലേ, ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുമ്പോൾ സസ്യ ലോകവും ജന്തുലോകവും ഉണ്ട്. നമ്മളൊക്കെ ജന്തുലോകം, എനിമൽ കിങ്ഡത്തിൽപ്പെട്ടവർ. നമുക്കിനി അങ്ങനെ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.